ஏங்க குமாப்பட்டியோட அழகான இடங்கள் எங்கள் ஊரில் இருக்குதுங்க இருக்குது. അതായത് ഈ കൂമാപ്പെട്ടീനെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞൊരു ഡയലോഗാണ് കൂമാപ്പെട്ടിക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടിനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു. അപ്പോൾ അദ്ദേഹമൊക്കെ കാണിക്കുമ്പോൾ നമ്മളും നമ്മുടെ നാട്ടിനെ കാണിക്കണ്ടേ? ഇതാണ് ഞങ്ങളുടെ അട്ടപ്പാടിയുടെ സൗന്ദര്യം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ അട്ടപ്പാടിയിലുണ്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ ഇത് കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടീനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതായത് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മിനി സൊമാലിയാണെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അട്ടപ്പാടിക്ക് മറ്റൊരു മുഖമുണ്ട്. അട്ടപ്പാടിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞത് വളരെ വിശാലമാണ്. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ്. തെറ്റാണ്. ആലപ്പുഴ ജില്ലയേക്കാൾ വലുപ്പമുള്ള ഒരു നാടാണ് ഈ അട്ടപ്പാടി. അട്ടപ്പാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പകുതിയോളം ജനസ്തുക വരുന്ന കോയമ്പത്തൂർ സിറ്റിക്ക്, കോയമ്പത്തൂരിന് ജലം കൊടുക്കുന്നത് ഈ അട്ടപ്പാടിയാണ്. അപ്പോൾ ഈ അട്ടപ്പാടിയുടെ സൗന്ദര്യം അല്ല അട്ടപ്പാടിയുടെ മഹിമ എന്തോരം ഉണ്ടെന്ന് ഞങ്ങൾ അട്ടപ്പാടിക്കാർക്കറിയാം. പക്ഷേ ചില ഊച്ചാളി രാഷ്ട്രീയക്കാർ അട്ടപ്പാടിയെ എന്താ പറയുക, ഒരു സെൻറ്റിമെൻ്റൽ പ്ലേസ് ആക്കി മാറ്റി. മനസ്സിലായോ? അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിറഞ്ഞൊരു സ്ഥലമാണ്, അട്ടപ്പാടി ഒരു ദരിദ്രരുടെ ഒരു ഏരിയ ആണ് എന്ന രീതിയിൽ അവന്മാരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കുറേ ബ്ലഡി പൊളിറ്റീഷ്യൻസ് കേരളത്തിലുള്ളവന്മാരാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ അട്ടപ്പാടി. നിങ്ങൾക്ക് എന്താണ് അട്ടപ്പാടി ഇത് കാണണമെങ്കിൽ കാണാം. അട്ടപ്പാടിയുടെ ആ മനോഹാരിതകൾ നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്ക്. ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാവണ്ടിക്കല്ലാണ്. കാവണ്ടിക്കല്ല് മല എന്ന് പറയും. ഈ അയ്യപ്പൻ കോശി ഷൂട്ട് എടുത്ത അയ്യപ്പൻ കോശിയുടെ ആ ഒരു ഏരിയയുടെ അവിടെയായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മേലോട്ട് കയറണം. അയ്യപ്പൻ കോശിയുടെ ആ ഇതെടുത്ത സ്ഥലമുണ്ട്. ഈ എന്താ ആ റേഷൻ കട പൊളിക്കുന്ന സീൻ എടുത്ത സ്ഥലമുണ്ട്. അവിടുന്ന് സൈഡിലേക്ക് ഇങ്ങോട്ട് കയറി വരണം. കയറി വരുമ്പോൾ നമുക്ക് ഈ കാവണ്ടിക്കല്ല് മല കാണാൻ കഴിയും. 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് ഇപ്പം ശനി ഞായർ ദിവസങ്ങൾ നിങ്ങൾ ഈ മലപ്പുറം, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇവിടെ വരാം. ഒരു വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ, 5 മണിക്കൊന്നും ഇറങ്ങണ്ട, ഒരു 6 മണിക്ക് ഇറങ്ങുക. 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 മണിയോടുകൂടി ഒരു 8 മണിയോടുകൂടി ഇവിടെ എത്താം. എത്തുമ്പോൾ ഇവിടെ നല്ലൊരു ഇളം വെയിലുണ്ടാവും ഈ ഏരിയയിലൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഇപ്പോൾ 12:45. പക്ഷെ എന്നാലും ഇവിടെ നല്ല കാറ്റാണ്. വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഈ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. നിൽക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നന്ന കാറ്റത്ത് ഇങ്ങനെ ആ ഒരു തണുത്ത കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. തലയിൽ നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ഇത് മലയുടെ മുകളിലാണ്. ഇതാ കാണുന്നതാണ് മറ്റേ റോഡ്. പക്ഷേ റോഡ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞാൽ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ആ വണ്ടി വരണുണ്ടോ? അതാണ് റോഡ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല മനസ്സിന് നല്ല സുഖം കിട്ടുന്ന ഒരു ഇതാണ്. നിങ്ങളൊരു ഫാമിലിയുമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കുടുംബസമേതം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വാ, അട്ടപ്പാടിയിലേക്ക് വാ. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യരുത്. ഇത്രത്തോളം നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം, വർത്തമാനങ്ങൾ പറയാം. ഈ ശാന്തമായിട്ടുള്ള ഈ ഒരു പ്രകൃതിരമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻസ് പോയി കിട്ടും. എത്ര വലിയ പ്രോബ്ലങ്ങൾക്കിടയിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞാലും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ അട്ടപ്പാടിയിൽ വന്നാൽ ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ തലശ്ശേരിയാണ്. ഈ തലശ്ശേരിയിൽ നിന്നും വന്ന കുറച്ച് ആളുകളാണ്, കണ്ണൂരുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ തുടങ്ങിയൊരു ഹോട്ടലാണ് ഇത്. ആദ്യം തുടങ്ങിയത് എവിടെയായിരുന്നു, മറ്റേ ഗൂളിക്കടവ് ജംഗ്ഷനിലായിരുന്നു. പിന്നീട് അവർ അഗളിയിലേക്ക് മാറ്റി.
സുന്ദരൻ ചേട്ടൻ്റെ ഹോട്ടൽ അവരെടുത്ത് പിന്നീട് അഗളിയിലേക്ക് മാറ്റി. ഇപ്പോൾ തലശ്ശേരി അട്ടപ്പാടിയിൽ മാത്രം 3 ബ്രാഞ്ചുകൾ അവർക്കുണ്ട്. തലശ്ശേരി ഇപ്പോൾ അട്ടപ്പാടിയുടെ ഒരു ബ്രാൻഡായി തുടങ്ങി. അട്ടപ്പാടിയിലെ ഒരു ബ്രാൻഡ് ഹോട്ടലായി മാറി അട്ടപ്പാടിയിൽ. തലശ്ശേരി എന്ന് പറഞ്ഞ പേര് വെച്ചാൽ ഏത് മുക്കിലും മുടുക്കിലും വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ അവിടെ വരും. അതുപോലെ എനിക്കറിയാവുന്ന അട്ടപ്പാടിയിൽ 2 ഹോട്ടൽസേ ഉള്ളൂ. ഒന്ന് മണിച്ചേട്ടൻ്റെ ഹോട്ടലും തലശ്ശേരിയും. അതവർ ഏത് മുടുക്കിൽ കൊണ്ട് വെച്ചാലും ആൾക്കാരുണ്ടാവും. ഞങ്ങളുടെ കൽക്കണ്ടിയിലൊരു ഞാനും ഹോട്ടൽ തന്നെ, എൻ്റെ അച്ഛനും അമ്മയും ഹോട്ടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഹോട്ടൽ തന്നെയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇത്രയും അട്ടപ്പാടിയിൽ ബ്രാൻഡായിട്ടുള്ള ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവരാണ് രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റൊരു തലശ്ശേരി ഏത് മുടുക്കിൽ കൊണ്ട് വെച്ചാലും അവരുടെ പേര് ഇവിടെ നല്ല കാറ്റാട്ടോ. അത്രയ്ക്ക് നല്ല കാറ്റാണ് ഇവിടെ. ഇത് കണ്ടോ, ഈ മലയും പ്രകൃതി വിഭവങ്ങളൊക്കെ അടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഈ മലയുടെ പേര് മറക്കണ്ട. ഈ മലയുടെ പേരാണ് കാവണ്ടിക്കൽ മല എന്നാണ് ഇതിനെല്ലാവരും പറയണത്. ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. മന പറയണ്ട, ഇതൊരു പോസിറ്റീവ് വൈബ് എന്നാണ്. അത്രയ്ക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത് ഈ സ്ഥലം. അടിപൊളി പാട്ട്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മലയുടെ പേരാണ് കാവണ്ടിക്കൽ മല എന്നാണ് ഇതിന് പറയുന്നത്. ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ അടുത്തുള്ള ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. അടുത്തുള്ളവർക്ക്, അതായത് ഈ